ജനം ഒറ്റക്കെട്ടാട്ട് നിന്നിട്ട് മോശയോട് പറഞ്ഞു, മര്യാദയ്ക്ക് ഞങ്ങൾക്ക് ആഹാരം തന്നോണം. ഞങ്ങൾ ഫറവോന്റെ അടിമവേല ചെയ്യുകയായിരുന്നെങ്കിലും അവിടെ ഇഷ്ടം പോലെ ഇറച്ചിയും മീനും ഇഷ്ടം പോലെ ഫുഡുണ്ടായിരുന്നു. ഇപ്പം നിന്റെ കൂടെ വന്നു ദൈവം പറഞ്ഞാണെന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞിറക്കിയിട്ട് ഞങ്ങൾക്ക് വിശക്കുന്നു, ദിവസം കുറേയായി, എവിടെ ആഹാരം? ആഹാരം എന്താ? നിങ്ങൾക്കറിയാമോ, 20 ലക്ഷത്തിൽ പരം ജനം നിന്നിട്ട് ഒരു മനുഷ്യൻ്റെ നേരെ ആക്രോശിക്കുക. മോശ കിടുങ്ങിയിട്ടുണ്ടാകും. നമ്മളാണെന്നുണ്ടെങ്കിൽ ഭസ്മമായിട്ടുണ്ടാകും. കാരണം 20 ലക്ഷത്തിൽ പരം ആൾക്കാരൊന്ന് ഊതിയാൽ മതി നമ്മൾ ചാവാൻ. ഇത്രയും പേർക്ക് എന്ത് മറുപടി കൊടുക്കും? ഇത്രയും പേർക്ക് എവിടുന്ന് ആഹാരം ഒരുക്കി കൊടുക്കും? പക്ഷേ പറഞ്ഞു വിട്ടവൻ ദൈവമാകൊണ്ട് മോശ ഒരു കാര്യം പറഞ്ഞു, നിനക്ക് ആഹാരം കിട്ടിയിരിക്കും. സ്തോത്രം. പറയാൻ തൻ്റെ ഇടമുണ്ടോ നിങ്ങൾക്ക്? ശൂന്യമായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥക്കകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്തിരിക്കും? പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടിയാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയെങ്കിൽ കാടപ്പക്ഷി ഇറക്കി തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇന്ന് പാൽക്കാലം ഇവിടെ ഇരിക്കുന്നത് എന്നോട് പറയട്ടെ, വേണ്ടാത്തൊരു നീറുന്ന പ്രശ്നത്തിൻ്റെ അകത്താണ് നിന്റെ യാത്രയെങ്കിൽ, അപ്പനും അമ്മയും എല്ലാവരും നിന്നെ കൈയൊഴിഞ്ഞ് നീ നിരാശയിലാണ് ഇരിക്കുന്നതെങ്കിൽ, നിന്റെ ഭർത്താവ് നിന്റെ ഭാര്യ ആകെ പ്രശ്നമാണെങ്കിൽ, കുടുംബത്തിൻ്റെ അകത്ത് ചീറ്റലും പൊട്ടലുമാണെങ്കിലും, സ്തോത്രം, ഇതിൻ്റെ അകത്തും ദൈവത്തിന് എൻ്റെ കുടുംബത്തിനെ കരുതാൻ കഴിയുമെന്ന് നീ വിശ്വസിച്ചാൽ ദൈവം അത്ഭുതം ചെയ്തിരിക്കും. മോശ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്കും അനേകം പേർക്കും പ്രസംഗിക്കുവാൻ ഒരു കാടപ്പക്ഷിയുടെ കഥ ബൈബിളിൻ്റെ അകത്ത് സൃഷ്ടിക്കപ്പെടത്തില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഞാനൊരു കാര്യം പറയാം, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നീ ഇറങ്ങാൻ മനസ്സ് കാണിച്ചാൽ നിന്നെ കൊണ്ട് ദൈവം ചരിത്രങ്ങൾ എഴുതിപ്പിക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിന്റെ ശബ്ദം കേട്ട് ചലിക്കാൻ നീ മനസ്സ് കാണിച്ചാൽ ഈ ലോകത്തിന്റെ ചരിത്രത്തെ മറിക്കുന്ന അഭിഷേകത്തിന്റെ ഒരു മണ്ഡലം നിന്റെ മുകളിൽ സ്വർഗം ഇന്ന് പകൽക്കാലം കൊണ്ടിടുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക.